ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് കേട്ടോ. നമ്മൾ സാധാരണയായിട്ട് 4 മണി കാപ്പിലോടൊക്കെ പ്രധാനമായിട്ടും കേരളീയർ കഴിക്കുന്ന കാര്യമാണ് വടകള്, പരിപ്പുവട, ഉഴുന്നുവട, അതുപോലെ പഴംപൊരി. പഴംപൊരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ. അപ്പം നമ്മുടെ നാട്ടിലെ ഏത്തക്കാപ്പം എന്നാണ് ഇതിന് പറയുന്നത്. പല സ്ഥലത്തും പല രീതിയിലാണ് പറയുന്നത്. അപ്പൊ നമുക്ക് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എപ്പോഴും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് പഴംപൊരി എന്ന് പറയുന്നത്. പക്ഷെങ്കിൽ ഒരേ ടേസ്റ്റിലൊന്നും കഴിച്ചാലേ അതിനൊരു പ്രിയം തോന്നത്തില്ല നമുക്ക്. നമ്മളതങ്ങ് കഴിച്ചങ്ങ് മടുക്കും. എന്നാൽ നല്ല ഒരു വെറൈറ്റി പഴംപൊരിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കുന്നത്. അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ ഇവിടെ കുറച്ച് ഏത്തക്ക പഴുത്തത് എടുത്തിട്ടുണ്ട്. അധികം പഴുത്തു പോകല് കേട്ടോ. ഒരു ഇതേപോലെയുള്ള രീതിയിലേ പഴുക്കാവൂ. ഒരുപാട് പഴുത്തു പോയാൽ നമ്മൾ സാധാരണ ഏത്തക്കാപ്പൊരി ഉണ്ടാക്കുന്ന സമയത്തായാലും കൂടുതൽ എണ്ണ അതേ പറ്റിപ്പോകും. പക്ഷെ ഒരു ഇടത്തരം പഴുപ്പ് അതാണ് എപ്പോഴും പഴംപൊരിക്ക് നല്ലത്. അപ്പൊ ഞാൻ ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് വേണ്ട രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണയായിട്ട് പഴംപൊരിക്ക് വേണ്ടി ഒന്നുകിൽ ഇതിനെ ഇങ്ങനെ നേരെ നടുവെ ഇങ്ങനെ ഒന്ന് നീളത്തിൽ പുലർത്തി എടുക്കാറുണ്ട് അല്ലേ. അല്ലെങ്കിൽ ഇതേപോലെ മുറിച്ചിട്ട് നേരെ ഇങ്ങനെ നടുവെ ഒന്നുകൂടെ. ഇതല്ലേ നമ്മൾ സാധാരണയായിട്ട് എടുക്കുന്ന ഏത്തയ്ക്കാപ്പൊരിക്ക് വേണ്ടി. എന്നാൽ ഇതിനെ ഈ ഒരു ഹാഫിനെ 4 പീസാക്കുവാണേ. ഇതേപോലെയുള്ള. അപ്പൊ ഒരു ഏത്തയ്ക്ക 8 പീസാക്കി എടുക്കാമേ. ഇതെല്ലാം ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടി ഒരു മിക്സ് വേണമല്ലോ. ഇതിന് വേണ്ട മിക്സിന് വേണ്ടി ഞാൻ ഒരു മുട്ട എടുക്കുകയാണേ. കുറച്ച് മധുരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ ഇട്ടാൽ മതി കേട്ടോ. എനിക്ക് കുറച്ച് ഷുഗർ ഇടുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇട്ടത്. ഇനി കുറച്ച് ഉപ്പ് കൂടെ. ഇനി ഇതിനെ നല്ലതുപോലെ ഒരു മിക്സ് ചെയ്യാമേ. ഇതിപ്പം നല്ലതുപോലെ മുട്ട മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. സാധാരണയായിട്ട് നമ്മൾ പഴംപൊരിക്ക് പലരും പലതാണ് ചേർക്കാറുള്ളത്. കടലമാവ് ചേർക്കാറുണ്ട്, മൈദ ചേർക്കാറുണ്ട്, ആട്ട ചേർക്കാറുണ്ട്. പക്ഷെങ്കിൽ ഞാൻ എപ്പോഴും ആട്ടയാണ് ചേർക്കുന്നത് കേട്ടോ. കാര്യം മൈദ ഇട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല. ഇവിടെ ഞാനിപ്പം ആട്ട തന്നെയാണ് എടുത്തത് കേട്ടോ. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ സാധാരണ മിക്സ് ചെയ്യുന്ന പോലെ തന്നെ. ഇത്രയൊക്കെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മളെ കേരളത്തിലുള്ള സ്ത്രീകൾ ഏത്തയ്ക്ക പൊരിക്കാത്തതായിട്ട് ആരും കാണത്തില്ല. അതായത് പഴംപൊരി ഉണ്ടാക്കാത്തതായിട്ട് ആരും കാണത്തില്ല. അപ്പൊ ഇതിനുള്ള കോട്ടിങ്ങിന് വേണ്ടതായിട്ടുള്ള മിക്സ് എന്താണെന്നൊക്കെ സാധാരണ എല്ലാവരും ചെയ്യാറുള്ളതാണ്. പക്ഷെങ്കിൽ പലരും പല മിക്സ് ആയിരിക്കും ചേർക്കുന്നെന്നുള്ളതേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആട്ടയും മൈദ ഇങ്ങനെ പലത് ചേർക്കാറുണ്ടെന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതിൽ ഷുഗർ ചേർത്തില്ലെങ്കിൽ ഉപ്പ് ചേർക്കാൻ ഒരിക്കലും മറക്കല്ല് കേട്ടോ. ഉപ്പ് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഞാൻ ഇതിലേക്ക് കുറച്ച് എള്ള്, ജീരകം, കറുത്ത എള്ളാണ്, അതും ജീരകവും കൂടെ എടുത്തിട്ടുണ്ട്. അത് ഇഷ്ടമുള്ളവർ ചെയ്ത് വെച്ചാൽ മതി, ഓപ്ഷണലാണ്. എനിക്ക് പക്ഷെങ്കിൽ നല്ലതുപോലെ എള്ളു വേണം, അതെനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർക്കുന്നത്. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. ഷുഗർ വേണോ, ഇതിലെ എള്ളി ചേർക്കണോ, ജീരകം ചേർക്കണോ എന്നൊക്കെ ഉള്ളത് അവരവരുടെ ഇഷ്ടമാണ്. ഇതിന്റെ കോട്ടിങ് റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ മതി അതിന്റെ കോട്ടിങ്. നമുക്ക് അടുത്ത ഐറ്റമാണ് അത്യാവശ്യമായിട്ടുള്ളത് കേട്ടോ. സാധാരണ ഉണ്ടാക്കുന്ന പോലെ അല്ല നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. ഇതാണ് റൊട്ടിപ്പൊടിയ. ഞാനിത് മധുരം ഇല്ലാത്ത റസ്ക് വാങ്ങി പൊടിച്ചെടുത്തതാണ്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഏത്തയ്ക്ക എടുത്തിട്ട് ആദ്യം നമ്മുടെ ഈ കോട്ടിങ്ങിലൊന്ന് മുക്കാം. ഇതേപോലെ കോട്ടിങ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് റൊട്ടിപ്പൊടിയിലൊന്ന് മുക്കാം. കണ്ടോ, ഈ രീതിയിൽ. എന്നിട്ട് എണ്ണയിലേക്ക് ഇടാം. ഇതുപോലെ ബാക്കി മുഴുവനും നമുക്ക് എടുക്കണേ.
ഇപ്പൊ ഇത്രയും ഇട്ടിട്ടുണ്ട്. ഒരു വശം മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് സാധാരണ പോലെ തന്നെ തിരിച്ചൊന്നുമില്ല. ഇതിപ്പോ ആയിട്ടുണ്ടേ. ഇത് ഞാൻ എടുക്കുക. എപ്പോഴും നമ്മൾ ഇങ്ങനെ എണ്ണയിൽ നിന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന സാധനം പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ ആ ഇടുന്ന പാത്രത്തിൽ ഒരു ടിഷ്യൂ ഇട്ടിട്ടാണെങ്കിൽ ഇതിൽ അഥവാ എണ്ണ അധികമായിട്ടുണ്ടെന്ന് വരില്ല. ആ എണ്ണ ആ ടിഷ്യൂ എല്ലാം അങ്ങ് പിടിച്ചു പൊക്കോളും കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കുമ്പം എണ്ണ അധികം പിടിക്കുന്നില്ല. ഇനി ബാക്കി കൂടി നമുക്ക് ഇതുപോലെ ചെയ്യാം. ഇത് എടുക്കുന്നതൊന്നും ഞാൻ പറയാത്ത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഏത്തയ്ക്ക പഴംപൊരിയൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കേണ്ടി അതിന്റെ ആ മൂക്കും പരുവും ഒക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാതിരിക്കുന്നത് കേട്ടോ. പിന്നെ വെറുതെ അങ്ങനെ സംസാരിച്ച് നിങ്ങളെ മുഷിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. ഇത് നമുക്ക് പൊരിയെടുക്കാം. ഇപ്പം നമ്മളെല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. സൗണ്ട് കേൾക്കാമോ? നല്ല ക്രിസ്പിയാണ് കേട്ടോ. പുറഭാഗം നല്ല ക്രിസ്പി, ഉൾവശം നല്ല സോഫ്റ്റുമായിരിക്കും. സാധാരണയായിട്ട് നമ്മൾ എപ്പോഴും ആ ഒരേ രീതിയിലുള്ള പഴംപൊരി ഉണ്ടാക്കിയാൽ കഴിച്ച് നമ്മൾ അങ്ങ് മടുത്തു പോയെന്ന് വരി ഈ രീതിയിലൊന്നും ഉണ്ടാക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ രീതിയിൽ ഉണ്ടാക്കാൻ. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. എക്സ്ട്രാ ആയിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിലും കുറച്ച് റൊട്ടിപ്പൊടി വേണമെന്നുള്ളതേ ഉള്ളൂ. അത് റസ്കിന്റെ പൊടിയായാലും പ്രശ്നമുള്ള കാര്യമല്ല. ഒരു പ്രത്യേകതയാണ്, ഒരു ടേസ്റ്റിനും ഒക്കെ വ്യത്യാസം വരും ഈ രീതിയിൽ ഉണ്ടാക്കി കഴിച്ചാൽ. അപ്പം നിങ്ങളും ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം. ഞാനൊന്ന് കഴിച്ചുകൂടെ കാണിക്കാം. ഞാൻ കഴിച്ച് കാണിക്കുന്ന എന്തിനാണെന്നറിയോ? അതിന്റെ ടേസ്റ്റ് നമ്മളിങ്ങനെ ഓരോ കാര്യത്തിൽ ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല മറ്റുള്ളവർക്ക് ടേസ്റ്റ് ഉണ്ടോ ഇല്ലെന്ന്. കഴിച്ച് കാണിക്കുന്നതിന്റെ കാര്യം പലരും ഇങ്ങനെ പറയാറുണ്ട്, നമ്മൾ ഉണ്ടാക്കുന്ന സാധനം നമ്മൾ കഴിക്കുന്നുണ്ടോ അതോ വെറുതെ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണോ. അതുകൊണ്ടാണ് ഞാനിപ്പോ കഴിച്ച് കാണിച്ചത് കേട്ടോ. വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല, ഞാൻ അതിനാണ് കഴിച്ചും കാണിച്ചത്. കിരികിരാന്ന് കേൾക്കുന്നുണ്ട് എന്റെ പുറഭാഗം കേട്ടോ, ഉൾവശം കണ്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും.